ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ എനിക്ക് പനി പിടിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോഴും ശരിയായിട്ടില്ല. അത് സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിലേ ഒരുമാതിരി കൊടൂരമായിട്ടുള്ള സൗണ്ടാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കൊടൂരായിട്ടുണ്ട്. പക്ഷെ ദിവസം കഴിയുന്നല്ലാതെ ഇതങ്ങ് പോകുന്നില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ റെക്കോർഡ് ചെയ്യാന്ന്. അത് മാത്രമല്ല, ഓൺ ഗോയിങ് സീരീസ് അല്ലേ, ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെൻഡിങ് ആവും, പിന്നെ തലവേദനയായിരിക്കും. പക്ഷെ ഇതൊന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. എനിക്ക് എപ്പോഴും ചാനലിന് ഓരോ പണി കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ഈ ചാനലിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്ര കിട്ടിയാലും എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നാറില്ല. അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഡിറക്സ് ഈ ഒരു ചാനലിൽ തന്നെയായിരിക്കും ഇടുക. പക്ഷെ ബാക്കിയുള്ള സീരീസുകളും ഇനിയുള്ള സീരീസുകളും മിക്കവാറും പുതിയ ചാനലിലായിരിക്കും ഇടുക. സോ നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവും. നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് 12ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടത് മുത്തശ്ശി പടിക്കെട്ടിന്ന് താഴെ വീണ് കടക്കുന്നതായിരുന്നു. ആദ്യം തന്നെയാണോ ചെയ്തത് എന്നറിയത്തില്ല. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് മുത്തശ്ശീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തായിട്ട് ഹീറോയിൻ നിൽക്കുന്നുണ്ട്. അവളൊരുമാതിരി ടെൻഷനായിട്ട് ഒരുമാതിരി പേടിയോടെയൊക്കെ കൂടിയാണ് നിൽക്കുന്നത്. ആജിന് മുത്തശ്ശീന്റെ അടുത്ത് ഒരു സ്നേഹം വന്നാണൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവനോടെ വരണം എന്നുള്ളതാണോ, അതോ ജീവനോടെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് പണി കിട്ടും, അതുകൊണ്ട് മരിച്ചാ മതി എന്നാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതേ സംശയം തന്നെയാണ് അവിടെ വന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന യൂഞ്ചിനുള്ളത്. പ്രാർത്ഥിച്ചത് എന്ത് തന്നെയാണെങ്കിലും മുത്തശ്ശി മരിക്കുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശിന്റെ ഫ്യൂണറലിൽ നടക്കുന്ന സമയത്ത് ഗാങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നു. ആദ്യനാണ് ആശ്വസിപ്പിക്കുന്നത്. ലെന സിഒ ലേഡി അടക്കം വരുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ബോസ് പോലും വരുന്നുണ്ട്. ആജിനായിരുന്നല്ലോ സംഭവം നടക്കുമ്പോൾ മുത്തശ്ശിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വന്ന് അവളുടെ അടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്ക് ഉറങ്ങാൻ പറ്റാത്തതും കൊണ്ട് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പാർഷ്യലി അത് ഗാങ് പറഞ്ഞതും കൊണ്ടും കൂടെയാണ്. അങ്ങനെ പോയപ്പോഴാണ് മുത്തശ്ശി പടിക്കെട്ടിന്ന് താഴെ വീഴുന്നത് കണ്ടത് എന്നാണ് അവള് പറയുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ആദ്യം മുത്തശ്ശിന്റെ അടുത്തേക്ക് പോകുന്നത് മാത്രമായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അതിനുശേഷം മുത്തശ്ശി അവളെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം മുത്തശ്ശിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഗാങ് അവളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിച്ചിരുന്നത്. പക്ഷെ മുത്തശ്ശിയാണല്ലോ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവസാനം അതെല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നു എന്നും സ്വന്തം കുടുംബം താൻ തന്നെ നശിപ്പിച്ചു എന്നുള്ള ഒരു വിഷമമാണ് മുത്തശ്ശിക്ക്. ഇതൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ഈ സംഭവം ആദ്യം ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് ചോദിക്കുന്നുണ്ട് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചതെന്ന്. ഓരോ പൂച്ച വന്നോന്നും മുത്തശ്ശിക്ക് പൊതുവെ പൂച്ചേനൊക്കെ അലർജിയാണ്. എന്നാൽ പോലും മുത്തശ്ശി പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാറുണ്ട്. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്ന സമയം മുത്തശ്ശിക്ക് മയക്കം പോലെ വന്നിട്ടാണ് താഴെ വീണത് എന്നാണ് അവള് പറയുന്നത്. മുത്തശ്ശി താഴേക്ക് വീഴുന്നതും ഇവളൊരുമാതിരി കൈയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അത് തള്ളി വിട്ടിട്ടുള്ള നിപ്പാണോ അതോ ഷോക്കായിട്ടുള്ള നിപ്പാണോ എന്ന് അറിയത്തില്ല. കൃത്യമായി എന്താണ് നടന്നേന്നുള്ളത് ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ജയും യൂഞ്ചിനും വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ ഈ സംഭവം കണ്ടതും ആദ്യം തന്നെ പറയുന്നത് CCTV ഡാഷ് കാം ഫ്യൂട്ടേജ് അടക്കമുള്ള കാര്യങ്ങള് തെളിവെല്ലാം നശിപ്പിക്കുക എന്നാണ് പറയുന്നത്. അതൊന്നും വേണ്ട, ഞാനിവിടെ വന്നതാണ്, ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് പ്രശ്നമാവുക, അതുകൊണ്ടൊന്നും ചെയ്യണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. യൂഞ്ചിനാണെങ്കിൽ അവിടെ ട്രോമറ്റൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവളൊരു കുഴപ്പമില്ലാതെ കാഷ്വലായിട്ട് ആംബുലൻസിനെ വിളിച്ച് ഇങ്ങനൊരു മുത്തശ്ശിയുടെ വീട് നടക്കുന്നുണ്ട് എന്ന് പറയാണ്. ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞ് പ്രസന്റിലേക്ക് വരുമ്പം ഗാങ്ങിന്റെ അനിയൻ ബോസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് അവര് തമ്മിലെ കണ്ടതായിരുന്നല്ലോ. ആ സമയത്ത് ഹീറോയിനും ബോസിനും തമ്മിലെ ബന്ധമുണ്ട്, പരിചയമുണ്ട് എന്നുള്ളത് അവനറിയാം. ബോസ് ജയിലിൽ പോയ കേസിനെ കുറിച്ച് അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ബോസിന്റെ അടുത്ത് ആജിനായിട്ട് ശരിക്കും എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. കാരണം മുന്നേ തന്നെ ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോസ് കൊന്നു എന്ന് പറയപ്പെടുന്ന ആളുടെ മോളാണ് തന്നെ ഫ്രെയിം ചെയ്തത് എന്ന്. അപ്പൊ ഹീറോയിനാണല്ലോ ചെയ്തത്, അതുകൊണ്ടാണ് സംശയത്തെ ചോദിക്കുന്നത്. പക്ഷെ ബോസ് കൊടുക്കുന്ന റിപ്ലൈ താൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തത് എന്നും അത് മാത്രമല്ല ഹീറോയിനെ കുറിച്ച് പറ്റുന്നത്രയും നന്നായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊക്കെ അവിടെ സൈഡില് മാറി നിന്ന് ആജനം കേൾക്കുന്നുണ്ടായിരുന്നു. അനിയൻ പോയി കഴിയുന്നതും ബോസിന്റെ അടുത്ത് വന്ന് അവള് തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇത് റിവെഞ്ച് എടുക്കാനുള്ള നല്ലൊരു ചാൻസ് അല്ലായിരുന്നു എന്ന്. ജയിലിൽ കിടന്ന ആദ്യത്തെ വർഷം എങ്ങനെ ആജന്റെ അടുത്ത് പ്രതികാരം ചെയ്യാമെന്നായിരുന്നു ആലോചിച്ചത്. രണ്ടാമത്തെ വർഷം എന്തുകൊണ്ടാണ് ഞാൻ എന്നൊരു ചോദ്യം വന്നു. എന്തുകൊണ്ടാണ് ആജൻ ഇതിന് ബോസിനെ തെരഞ്ഞെടുത്തതെന്ന്. മൂന്നാമത്തെ വർഷം അവളെ കുറിച്ച് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇത്രയും ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അവള് ചെയ്തിട്ടുണ്ടാവുകയെന്ന്. നാലാമത്തെ വർഷം അവളുടെ അടുത്ത് പാവം തോന്നി. നല്ലതായിട്ട് ഒരാളെങ്കിലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന്. അഞ്ചാമത്തെ വർഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു നല്ല പേഴ്സൺ തനിക്ക് തന്നെ ആവാം എന്നാണ് അവസാനത്തെ വർഷം അഥവാ 5ാമത്തെ വർഷം ചിന്തിച്ചത്. ചുരുക്കി പറഞ്ഞാല്
അവൾ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തത് എന്ന് ആലോചിച്ച് അവളുടെ അടുത്ത് ക്ഷമിച്ചു കൊടുത്തു. ആജിനും അത് ഫീൽ ആയോന്തോ എന്തായാലും പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ നല്ലൊരു ചാൻസ് മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. അവളെ എപ്പോഴും ജെന്യൂൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താനുണ്ടാവും. അപ്പോഴും അവള് പറയുന്നത് റിവെഞ്ച് എടുക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ മിസ് ചെയ്തത് എന്ന് പറഞ്ഞ താങ്ക്സ് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇവിടെ റിപ്പോർട്ടർ ഇനിയും എത്ര കാലം ഗാങ്ങിന്റെയും ഹീറോയിന്റെയും റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടെയുള്ള കൊളീഗ് എന്തിനാടാ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ല കപ്പിളിനെ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് റിപ്പോർട്ടർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ആജിനെ വിളിച്ചിട്ട് ബ്രേക്കപ്പിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സമയത്താണോ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ വർത്തമാനം വരുന്നതെന്നും പറഞ്ഞ് അവള് വെച്ചിട്ട് പോകുന്നുണ്ട്. പുള്ളിക്കിപ്പോ ന്യൂസ് കിട്ടിയേ തീരൂ എന്നുള്ള വാശിയാണോ എന്നറിയത്തില്ല. അടുത്തതായിട്ട് സംഹീനെയാണ് വിളിക്കുന്നത്. അവൾ ആജിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, അതുകൊണ്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിലും താൻ പറഞ്ഞതൊക്കെ ഫോൾസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെന്നും ഇനി എന്നെ വിളിച്ചു പോയേക്കരുത് എന്നും പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഇവൾ ഇത്രയും നന്നായോന്ന് നമ്മൾ പോലും ആലോചിക്കും. ഇങ്ങനെ അവള് പറയാനുള്ള കാരണം വേറൊന്നല്ല, ജയാണ്. അവള് സ്കൂളിൽ നിന്ന് ചെയ്ത കാര്യങ്ങള്, പിന്നെ അവളുടെ പാരന്റ്സിന് നടന്ന കാര്യങ്ങള്, അച്ഛൻ്റെ അഫെയർ അടക്കമുള്ള കുറെ കാര്യങ്ങൾ മാറിയതും ഒക്കെ ആയിട്ടുണ്ടല്ലോ. ആജിനെ കുറിച്ച് എന്തെങ്കിലും ഇനി അവള് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വരും. ആകെപ്പാടെ നാണം കിടുന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവളിപ്പോ ഇങ്ങനെ പറഞ്ഞത്. നല്ലവണ്ണം ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. വഴിയിൽ വെച്ച് ആജിനൊരു വലിയ ഡയറക്ടറെ കാണുന്നുണ്ട്. പുള്ളീൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു വെക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആജിന് വലിയൊരു പടത്തില് വലിയൊരു ഡയറക്ടറുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ഏതൊരു ആക്ടറിനും ആക്ട്രസിനും വലിയ ആഗ്രഹമായിരിക്കുമല്ലോ. അതേ കണക്കുള്ള ഒരു ഡയറക്ടറുടെ അടുത്ത് നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആണിത്. ഈ ഒരു കാര്യം യൂൻജിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവന്റെ ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. യൂൻജിൻ ആജിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവൻ മുത്തശ്ശീനെ കൊന്നത് അവളെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അവളെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നും അവളല്ല അത് ചെയ്തത് എന്നും ഒന്ന് പറയാന്നൊരുമാതിരി കെഞ്ചിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവള് പറയുന്നത് താനാണത് ചെയ്തത് എന്നും മുത്തശ്ശീനെ കൊണ്ട് ഭയങ്കര ശല്യമായി തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി എന്നൊക്കെയാണ്. പക്ഷെ അവള് കൊടുക്കുന്ന എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഗാങ് നല്ല വിഷമത്തില് മുത്തശ്ശി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന അവന്റെ നെയ്ബർ ലേഡി അവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്തശ്ശി അന്ന് രാത്രി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടെന്നും കരഞ്ഞു നിർത്തിയ സമയത്ത് ഒരു ലേഡി വന്നു, നീ എന്റെ കുടുംബത്തെ ചതിച്ചു, ഞാൻ നിന്നെ വിശ്വസിച്ചതല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ റൂമിലെ ലേഡി പുറത്തായിട്ട് CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇല്ലീഗലാണ്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കാൻ പറയുന്ന പ്രകാരം ഗാങ് അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു CCTV ദൃശ്യങ്ങള് ഓൾറെഡി ഒരു ഡിറ്റക്റ്റീവ് മേടിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. ആ ഡിറ്റക്റ്റീവ് വേറെ ആരുമല്ല, ജയാണ്. നേരെ യൂഞ്ചിന്റെ അടുത്ത് വന്ന് ചള്ളക്കിട്ട് ഒരു ഇടിയാണ്. എന്നിട്ട് ആ CCTV ദൃശ്യങ്ങളുള്ള പെൻഡ്രൈവ് എടുത്തു കൊടുത്ത് ആദ്യം സംശയിക്കാൻ നിനക്ക് നാണമില്ലേ, നീയാണ് അവളെ വിശ്വസിക്കേണ്ടത് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നീ ഇത് കണ്ടോന്ന് യൂഞ്ചിൻ ചോദിക്കുന്നതിന് ഞാൻ കണ്ടിട്ടുമില്ല കാണുന്നുമില്ല, അവളെ എനിക്ക് വിശ്വാസമാണ്, അവളെ ഇന്നസെന്റ് ആണ് എന്നും പറഞ്ഞ് പോകുന്നതിന് മുന്നേ സംഹീന്റെ കാര്യത്തിലും തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല ദേഷ്യത്തിലാണ് ഇതെല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. ഇവിടെ ഗംഗ് ഭയങ്കര വിഷമത്തിൽ ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച് കണക്ക് കടക്കുവാണ്. അപ്പോഴാണ് ആരോ വിളിക്കുന്നത്. ആ വലിയ ഡയറക്ടർ ആയിരിക്കണം. പുള്ളിക്ക് ഗാങ്ങിന്റെ അടുത്ത കുറച്ച് കെയർ ഒക്കെ ഉണ്ട്. നന്നായിട്ട് കഴിക്കുക, ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചോളാന്നും പറഞ്ഞ് അവിടെ നോക്കുമ്പം അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന റിങ്, പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് എഴുതിയൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. ഉരുകി ഉരുകിയുള്ള അവന്റെ ഹൃദയമാണ് ആ ഒരു ലെറ്ററിൽ കാണാൻ പറ്റുക. അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട്. മാരേജ് പ്രപ്പോസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലെറ്ററാണ്. അതും വായിച്ച് നീ എന്റെ കൂടെ ഉണ്ടാവൂലെന്ന് മനസ്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആജിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നത്, നീ വീട്ടിൽ തന്നെ ഉണ്ടോ, നമുക്കൊന്ന് സംസാരിക്കണമെന്ന്. വീണ്ടും സീൻ അവിടെ കട്ട് ചെയ്ത് യൂഞ്ചിനെയാണ് കാണുന്നത്. യൂഞ്ചിൻ ആ ഒരു പെൻഡ്രൈവ് ഇട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവന് എന്നെ മനസ്സരുന്നില്ല. ആദ്യം തന്നെയാണ് അത് ചെയ്തതെങ്കിലോ എന്നുള്ള ഒരു പേടി. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലേന വരുന്നത്. എന്താ ഇങ്ങനെ മടിച്ചു കേൾക്കുന്നത്, ഫണ്ണായിട്ടുള്ള വല്ലതുമാണോ എന്ന് ചോദിച്ച് ആ പെൻഡ്രൈവ് എടുക്കുന്നുണ്ട്. ഇല്ല, സ്കാരി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് യൂഞ്ചുൻ. എന്നാ പിന്നെ ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയേക്കെന്ന് പറയുമ്പം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ വീട്ടിലെ ജയ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരുമാതിരി ഭാര്യമാരൊക്കെ പറയുന്ന കണക്ക് ഇവൻ എന്ത് ഇത്ര നേരമായിട്ട് വീട്ടിലേക്ക് വരാതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
കുടിച്ച് ബോധം കെട്ടിട്ടുള്ള യൂഞ്ചിനെ ലെന വലിച്ചഴിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഭാരം കാരണം രണ്ടും കൂടെ ഉരുണ്ടിയിട്ട് താഴെ കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയ വന്ന് നോക്കുന്നത്. ഇവനെ കണ്ടതും നീ ആരാണെന്ന് ലെന കണ്ടിട്ട് ഒരുപാടൊന്നും ആയില്ലല്ലോ, അപ്പോഴേക്കും മറന്നുപോയോന്ന് ജയ ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് റിപ്ലൈ ഒന്നുമില്ല. ഇവനാ ചുമന്നുകൊണ്ട് വന്ന് ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി, കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറയാണ്. ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസി ആയിട്ടൊന്നും കൂടെ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് നോക്കുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഗങ്ങും ആജനും മാരേജ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ആജന് പുതിയതായിട്ട് വലിയൊരു ഡയറക്ടറിന്റെ മൂവിയില് ചാൻസ് കിട്ടിയായിരുന്നല്ലോ. ആ ഡയറക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളെ വന്ന് കാണുന്നുണ്ട്. തന്റെ മൂവിയിൽ അഭിനയിക്കുന്ന ഹീറോയിനെ കുറിച്ച് ഇങ്ങനെ ഒരു റൂമർ വരുന്നതിനോട് പുള്ളിക്ക് തീരെ താല്പര്യമില്ല. ഗങ്ങിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വെവ്വേറെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമറിന്റെ പേരിൽ അവർക്ക് കിട്ടാനിരുന്ന ചാൻസ് ഒരുമാതിരി ഊയലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം ഡയറക്ടർ പറഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സിഇഒ വരുന്നത്. പുള്ളിക്കാരിന്റെ അടുത്തും അത്ര നന്നായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അതൊരുമാതിരി നെഗറ്റീവായിട്ട് സിഇഒ ലേഡിക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ സിയോന്റെ അടുത്ത് ഗങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പം അവനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല, റിട്ടയർ ആവാൻ പോവാണെന്ന് പറയുന്നത് എന്നൊരു മാതിരി ഇങ്ങനെ പുലമ്പുന്നുണ്ട്. അപ്പോഴാണ് ആജിന് മനസ്സിലാവുന്നത് ഗംഗ റിട്ടയർ ആവാൻ പോവാണെന്ന്. അവളുടെ അടുത്ത് പോലും പറഞ്ഞില്ലല്ലോ എന്ന് അവൾക്കൊരു ഡിസപ്പോയിന്റ്മെന്റ്. അത് മാത്രല്ല അവൾ അവന്റെ കൂടെ നിൽക്കുന്നതിന് ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഗാങ്ങിന്റെ അടുത്ത് ഇപ്പൊ വീട്ടിലുണ്ടോ നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത്. അതുപ്രകാരം ഇപ്പൊ അവള് വീട്ടിലേക്കും വരുന്നുണ്ട്. അവൻ കുറച്ചായിട്ട് അവളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവളെ കാണുന്നത് എന്നെ വലിയ സമാധാനം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. നീ റിട്ടയർ ചെയ്ത് എന്നെ മാരേജ് ചെയ്യാനാണോ പ്ലാൻ ചെയ്യുന്നേ എന്നുള്ള ആജിന്റെ ചോദ്യത്തിന് നീയും അങ്ങനെയാ വിചാരിക്കുന്നേന്നാ ഞാൻ വിചാരിച്ചത് എന്നാണ് ഗംഗ പറയുന്നത്. നോക്ക്, ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരുന്ന ഒരു നല്ല പേഴ്സൺ ആണ് നീ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതും നീ സമ്മതിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് ബ്രേക്കപ്പ് ആക്കാന്ന് ഒറ്റ പറച്ചിലാണ്. അവന്റെ വിചാരം താൻ റിട്ടയർ ആവാൻ പോകുന്നത് അവളുടെ ലവർ ആയിരുന്നിട്ട് പോലും അവൻ ആദ്യം പറഞ്ഞില്ലല്ലോ എന്നുള്ള ദേഷ്യം, അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞിട്ട് അറിയുന്ന ആ ഒരു ദേഷ്യമൊക്കെ ആയിരിക്കും അവളിങ്ങനെ പ്രകടിപ്പിക്കുന്നതെന്നാണ്. ആ ഒരു രീതിക്കാണ് അവൻ സംസാരിക്കുന്നതും. പക്ഷെ അവനെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് ഭയങ്കര ഹാർഷായിട്ട് ജസ്റ്റ് 1 വർഷമല്ലേ ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, 5ഉം 10ഉം വർഷമൊന്നുമല്ലല്ലോ, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരുപാട് ഡ്രമാറ്റിക് ആവേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിക്രൂരായിട്ട് അവൻ മാത്രമാണ് അവളെ സ്നേഹിച്ചത് എന്നും അവൻ ഇത്രയും കാലം പറ്റിക്കപ്പെടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവനെ കൊണ്ട് അതേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മുത്തശ്ശിന്റെ കാര്യം കൂടെ പറയുന്നത്. 1 വർഷം മുന്നേ മുത്തശ്ശിന്റെ അടുത്തുനിന്ന് കാണാതെ പോയ ഡയറിന്റെ കാര്യവും അത് താനാണ് എടുത്തത് എന്നും അതിലൂടെ അവനും മനസ്സിലാവുന്നുണ്ട് അവള് വേണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്താണ് തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന്. കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് മര്യാദയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറയുമ്പം അവനാണെങ്കിലും മുത്തശ്ശീനെ കുറിച്ച് കേട്ടേ പറ്റൂ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി സത്യസന്ധമായിരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നാമത് മുത്തശ്ശി മരിച്ചതില് വിഷമത്തിലിരിക്കുന്ന ചെറുക്കൻ, ആ ചെറുക്കനെ പോയിട്ട് ഒരുമാതിരി ശവത്തെ കുത്തി നടക്ക് മാക്സിമം കീറി മുറിച്ച് അവളൊരു പോക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ ഗാങ്ങിനെ കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. തിരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആജിൻ റിപ്പോർട്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയി എന്നുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര അത്ഭുതം, മാരേജ് ചെയ്യാൻ പോവാണെന്നുള്ള കാര്യം പറയുന്ന വിചാരിച്ച് നിൽക്കുമ്പം ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന കേട്ടിട്ട് പക്ഷെ വലിയതായിട്ടൊന്നും സംസാരിക്കാതെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഒ ലേഡീന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ടെങ്കിലും അതെടുക്കുന്നില്ല. ആ സമയത്ത് ജയ് വിളിക്കുന്നുണ്ട്. അവനും അവള് വരുന്ന റോട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവർ രണ്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവള് കാറ് നിർത്താൻ പോകുമ്പോഴാണ് ജയ ശ്രദ്ധിക്കുന്നത് അവളുടെ ബേക്കിലായിട്ട് ഒരു കാർ അവളെ ഫോളോ ചെയ്യുന്നതായിട്ട്. അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ നിർത്തണ്ട, നേരെ പൊക്കോളാൻ. ആ കാർ അവളെ ഫോളോ ചെയ്ത് പോകുന്നതും ഇവൻ ആ കാറിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം കാറിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് നീ ആരാടാ, സ്റ്റോക്കറായിട്ടുള്ള ഫാനാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും കാറ് ഓർക്കുന്നില്ല. നോക്കുമ്പോ പുറകിലെ 2-3 കാറ് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത് നോക്കുമ്പോഴേക്കും ഈ കാറിന്റെ ഉള്ളിൽ നിന്ന് ആള് വന്നിട്ട് ഇവനെ അടിക്കുന്നു. പോരാത്തന്നെ വന്നവരും ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ഗംഗ് ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. ഇതും കണ്ടോണ്ടാണ് സിഇഒ ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. ഏടാ അവളെ വിട്ടേക്ക്, അവള് നിനക്ക് പറ്റിയ പെണ്ണല്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് ഒക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യമല്ലേ എന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ കുടിക്കുന്ന കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയും വേണ്ടാന്നുള്ള രീതിക്ക് അത് മാറ്റിയാക്കാൻ നോക്കുമ്പം ഇന്ന് മാത്രമേ ഞാനിത് കുടിക്കുള്ളൂ എന്നും പറഞ്ഞ്
പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടെ ചോദിച്ചുറപ്പിച്ചിട്ട് ഒരു ദിവസത്തേക്കല്ലേ എന്നാ പിന്നെ കുടിച്ചോളാനും പറഞ്ഞ് കൂടെ തന്നെ ഇരുന്ന് അവനെ കമ്പനി കൊടുത്ത് കുടിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ജയ്ക്ക് നല്ല രീതിക്ക് അടി കിട്ടിയായിരുന്നല്ലോ. ഇരുമ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ സമയത്താണ് ആജ് വിളിക്കുന്നത്. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം നല്ല രീതിക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിലും അവളുടെ അടുത്ത് അതൊന്നും കാണിക്കുന്നില്ല. കുറച്ച് പാപ്പരാസികളാണ് നിന്നെ ഫോളോ ചെയ്തു വന്നത്. അവരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ നീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ കുറച്ച് ടയർഡാണ്, പിന്നെ കാണാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അവള് പോകുന്നുണ്ട്. ഒന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇറങ്ങി പോയേനേന്ന് തോന്നുന്നു. ഇവിടെ ഗാങ് ആണെങ്കിൽ ഉറക്കം കിട്ടാതെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് പിന്നെ ഫുള്ള് കുടിച്ച് ഭക്ഷണം പോലും കഴിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് എന്ത് വിചാരിച്ചെന്ന് അറിയത്തില്ല. ഉള്ള സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ എടുത്ത് വാഷ് ബേസിനിലിട്ട് പിന്നെ ഡ്രിങ്ക്സ് ഉള്ളത് മൊത്തം ഒഴിച്ച് കളഞ്ഞ് വെള്ളവും തുറന്നു വിടുന്നുണ്ട്. ഇവിടെ സിയോ ലേഡി അവന് വേണ്ടിയിട്ട് ഹാങ് ഓവർ സൂപ്പൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പം അവനെ ഹാളിലെങ്ങും കാണുന്നില്ല. ചുറ്റും വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ബാത്റൂമില് കൈ മുറിച്ച് മരിച്ചു കിടക്കുവാണെന്ന്. യൂഞ്ചിൻ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് സ്ട്രേഞ്ച് ആയിട്ട് ഒരു സ്ട്രേഞ്ചർ ഇരുന്ന് നോക്കുന്നുണ്ട്. യൂഞ്ചിൻ ഹോസ്പിറ്റലിൽ വരാനുള്ള കാരണം ജയാണ്. അവന് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എന്തു പറ്റിയെന്ന് യൂഞ്ചിൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവന്റെ ചോദ്യം ബോസിന് എന്തു പറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇവൻ ഇങ്ങനെ വയ്യാതിരിക്കുമ്പം ആജിനെ കുറിച്ച് ചോദിക്കുന്ന സ്ട്രേഞ്ച് അല്ലേ, അവക്ക് എന്താ കുഴപ്പമെന്നുള്ള രീതിക്ക് യൂഞ്ചിനും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് അവിടെയുള്ള ആൾക്കാര് ഗാങ് സൂസൈഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് കേട്ടത് നേരെ ഹീറോയിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവൾ അവിടെ സമാധാനത്തിലിരുന്ന് യോഗ ചെയ്യുവാണ്. നിനക്കിങ്ങനെ പറ്റുന്നോന്ന് ചോദിക്കുന്നേന് നീ പറയുന്ന കേട്ടാല് ഞാൻ അവനെ കൊന്ന പോലെ ഉണ്ടല്ലോ എന്ന് ആജിൻ. ഒരു നിമിഷം കണ്ടാണ് ഒരു കുടുംബം മൊത്തം നശിച്ചത്, എന്നിട്ട് നിനക്കൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നേന് ദാ നോക്ക്, നീ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കില് ഇതൊക്കെ ഞാൻ ചെയ്ത പോലെ ഉണ്ട്. എനിക്ക് ഗിൽറ്റ് വരണമെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷെ അത് എന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യണ്ട. നിനക്ക് ഡിസപ്പോയിന്റ്മെന്റേ ഉണ്ടാവത്തുള്ളൂ. നിനക്കൊരു പ്രാവശ്യമെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചുകൂടെയെന്ന് യൂഞ്ചൻ ചോദിക്കുന്നതിന് അവള് മനുഷ്യപ്പറ്റില്ലാതെ ഉത്തരം പറയുവാണ്. നിന്റെ ഉള്ളില് കുറച്ച് മനുഷ്യത്വം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നതിന് ആജൻ യൂഞ്ചനെ ഉപയോഗിക്കുന്നത് അവന്റെ ഗിൽറ്റ് വെച്ചിട്ടാണ്. അതേ ട്രിക്കാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അവളെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കാനേ പറ്റത്തില്ല. കാരണം അവൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. യൂഞ്ചിന്റെ അമ്മ അവളെ ബാത്ടബില് മുക്കിയ സമയത്ത് ഇവൻ വെറുതെ നോക്കിയിരിക്കുകയാണല്ലോ ചെയ്തത്. അതിന് പകരം ജയ് ആയിരുന്നെങ്കിൽ ആ ലേഡീനെ പിടിച്ച് തിരിച്ചു മുക്കിയിട്ടുണ്ടാവും. എന്നവൻ ആ ഗിൽട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നിട്ട് അവൻ അവളുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്നെ എത്ര വേണമെങ്കിലും കുറ്റം പറയാം, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയത്തില്ല. നിനക്ക് എന്നെ വിട്ടിട്ട് പോണെന്നാണെങ്കിൽ പൊക്കോ, പക്ഷെ അതിനും ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയത്തില്ല. മുന്നേ നീ ചെയ്തത് കണക്ക് പോയാലും നിന്നെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ലിറ്ററലി അത് അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ആ മണ്ട് ചെറുക്കനും പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. ഗാങ്ങിന്റെ ഫ്യൂണറലാണ് പിന്നെ നമ്മൾ കാണുന്നത്. സിയോ ലേഡിക്കൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. കാരണം യൂഞ്ചിന്റെ അടുത്ത് പറഞ്ഞതുപോലെ ശരിക്കും ഒരു ബ്രദർ ആയിട്ടാണ് ഗാങ്ങിനെ സിയോ ലേഡി കണ്ടിട്ടുണ്ടായിരുന്നത്. അവന്റെ കൂടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. എല്ലാം ആലോചിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവിടെ അവന്റെ അനിയനടക്കം എല്ലാരും ഉണ്ട്. ഈവൻ ലെന്ന പോലും ഉണ്ട്. പക്ഷെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ളൊരു കൺസിഡറേഷൻ പോട്ടെ, ഒരു കോ സ്റ്റാർ ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവള് പോയേനെ. അവിടെ പോകുന്നില്ലെങ്കിലും ഗങ്ങിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് ഫീൽ ചെയ്യും. രണ്ട് നല്ല വർത്തമാനം പറയുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ച ബാത്ടബിന്റെ അവിടെ പോയിരുന്നിട്ട് അവൻ അവിടെ ഉള്ളതാണൊക്കെ ഇമാജിൻ ചെയ്ത് എല്ലാരും ജീവിതത്തിന്റെ ഒരു പോയിന്റില് അബാൻഡൻഡ് ആയി പോവും. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വരും. ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷെ അവൻ ഒരുപാട് വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് എന്റെയും ജീവിതം നശിക്കണം എന്നൊന്നുമില്ല. ഒന്നുമില്ലേലും ഞാൻ എവിടുന്നാ വന്നേന്ന് നീ മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഗംഗ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ. ഫാൻസ് വെറുതെ ഇരിക്കോ, ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഹീറോയിനെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം, അവളൊരു ക്രിമിനൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെ വരുമ്പം അവളുടെ മേത്ത് മൊട്ടയെ കയറിയുന്നുണ്ട്. ആ സമയത്ത് എവിടെ നിന്ന് വന്നോന്തോ സംഖ്യയാണ് അവളെ അവിടുന്ന് രക്ഷിച്ചോണ്ട് പോകുന്നത്. അവൾ ഇത്രയും ഹേറ്റിന് ഡിസേർവിംഗ് ഒന്നും അല്ല എന്ന് പറഞ്ഞ് ആജിന്റെ റൂമിലേക്ക് എത്തുമ്പം അവള് കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. നല്ല വലിയ ഫ്ലാറ്റ് ആണല്ലോ. ചുറ്റും ഒന്ന് നോക്കിയിട്ട് ഒരു ഓർഫൻ ആയിട്ടുള്ള നിനക്ക് നീ ഭയങ്കര സംഭവം തന്നെ ഇത്രയൊക്കെ സെറ്റാക്കിയത് എന്നൊക്കെ വളവളാ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ആജിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആജിൻ വലിയൊരു ലോൺ ഷാർക്ക് ഒക്കെ ആയിരുന്നല്ലോ, അത് കുത്തി പറഞ്ഞ് അവക്ക് ദിവസവും 10,000 വീതം കൊടുക്കാൻ വേണ്ടി പറയുവാണ്. നോക്ക്, എന്റെ അടുത്ത് കളിക്കാൻ നിക്കണ്ട, നീ ജയിക്കത്തില്ലെന്ന് ആജിൻ. വലുതായിട്ടൊന്നും പറയാതെ അവിടെയുള്ള ആജിന്റെ ബാഗ് എടുത്ത് തൽക്കാലത്തേക്ക് എനിക്കിത് മതി എന്നും പറഞ്ഞ് അവിടുന്ന് പോവാണ്. എന്തിനാ വന്നത്, എന്തിനാ പോകുന്നതെന്നാണ് കാണുന്നത് നമുക്ക് ഫീൽ ചെയ്യുക.
പിന്നെ ഒരു പുതിയ ക്യാരക്ടറാണ് കാണുന്നത്. ആളുടെ പേര് എന്താണ് ചെയ്യുന്നത് ഒന്നും പറയുന്നില്ല. ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണുള്ളത്. കണ്ടിട്ടൊരു ബോസിനെ കണക്കുണ്ട്. ഒരു ഒബ്സസീവ് ടൈപ്പ് ആണെന്ന് സംസാരത്തിനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആരാണെന്നൊക്കെ പറഞ്ഞില്ലേലും നമ്മുടെ 7ാം അറിവ് വെച്ച് അത് ഹ്യോക്കാണ്. അസിസ്റ്റന്റ് പറയുന്നത് ഹീറോയിന്റെ മേലെ ഇത്രത്തോളം ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹീറോയിന്റെ കമ്പനി അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. സ്വന്തം സ്റ്റാർ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുമ്പം ഇവരിങ്ങനെയാണോ ചെയ്യാന്നാണ് ഹ്യോക്ക് പറയുന്നത്. ഇവിടെ സിഇഒ ലേഡി റിപ്പോർട്ടറെ കണ്ട് ആജന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള ആ ഒരു കേസ് ഡീറ്റെയിൽസ് ഒക്കെ സിഇഒ ലേഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കൊടുക്കുന്നില്ലെങ്കിലും ഓരോ ഔട്ട്ലൈൻ കിട്ടുന്ന രീതിക്ക് കൊടുക്കുന്നുണ്ട്. പുള്ളി അതിനാണല്ലോ ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആജനാണല്ലോ തന്റെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവളുടെ ന്യൂസ് ഒക്കെ കൊടുത്തത്. ഇപ്പൊ ഗാങ് മരിക്കാനുള്ള കാരണം തന്നെ ആർജനാണ്. അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇത് ന്യൂസ് ആയിട്ട് വരണമെന്നും പറയുന്നുണ്ട്. ഇവിടെ ആർജൻ നോക്കുമ്പം യൂൻജിന്റെ അമ്മ അവന്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. ഇവളെ കണ്ടതും നേരെ മുട്ടുകുത്തിയിരുന്നിട്ട് ക്ഷമ ചോദിക്കുന്നു. ഇതെന്ത് തരം ആക്ടിങ് ആണെന്ന് ഹീറോയിൻ. ഞാൻ നിന്നോട് ശരിക്കും ക്ഷമ ചോദിക്കാൻ വന്നതാണ്. ഇത്രയും കാലം ഞാൻ ചെയ്തു നിനക്ക് നീ അങ്ങ് ക്ഷമിച്ചേക്ക്. എന്റെ അടുത്ത് ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്ഷമ ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങ് ക്ഷമിച്ചു തരണമെന്നാണോ? പറ്റത്തില്ലെന്ന് ആർജൻ. പിന്നെ നിനക്ക് എന്താ ഇതിൽ കൂടുതൽ വേണ്ടത്? മുട്ടുകുത്തിന്ന് ക്ഷമ ചോദിച്ചില്ലേ? ഇത് എന്റെ മോന്റെ അടുത്ത് പറഞ്ഞേക്ക്. കൃത്യമായിട്ട് പറയണം, ഞാനിങ്ങനെ മുട്ടുകുത്തിന്ന് നിന്റെ അടുത്ത് ക്ഷമ ചോദിച്ചു എന്നൊരുമാതിരി ആക്ക് നടക്ക് ക്ഷമ ചോദിച്ചിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുവാണ്. ആജിന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഈ ചെയ്തത് ഒരുമാതിരി ഒന്നും പറയുന്നില്ല, വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. കാണുന്ന നമുക്കേ നല്ല ദേഷ്യം വരും. ആജിന് എത്രത്തോളം ദേഷ്യം വരും. അവളൊരുമാതിരി അവിടെയുള്ള സാധനമൊക്കെ തട്ടിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച കണക്ക്. ഇവൾ എന്തേ കാണിക്കുന്നുള്ള രീതിക്ക് യൂൻജിന്റെ അമ്മ നോക്കുമ്പം ഞാൻ നിങ്ങളെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെറുത്തേന്ന് അറിയാവോന്ന് ആദ്യം ചോദിക്കുന്നതും നമ്മള് ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അവള് മുത്തശ്ശിന്റെ അടുത്ത് പോയിട്ട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. അതിന് റിപ്ലൈ ആയിട്ട് അവള് പറഞ്ഞത് അതും കരഞ്ഞുകൊണ്ട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ തന്നെയാണ് അത് ചെയ്തത്, ഇന്റൻഷനലിയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഗാങ്ങിനെ ശരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാണ്. അതേപോലെ മുത്തശ്ശി തരുന്ന ആ ഒരു സ്നേഹം നഷ്ടപ്പെടരുതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ എല്ലാ സത്യങ്ങളും ഗാങ്ങിന്റെ അടുത്ത് തുറന്ന് പറഞ്ഞോളാന്നും ഇത് അവസാനിപ്പിച്ചോളാന്നും അവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞതാണോ അഭിനയിച്ചതാണോ എന്നൊന്നും അറിയത്തില്ലെങ്കിലും മുത്തശ്ശിക്ക് അത് കേട്ട് ഭയങ്കര ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പൊതുവെ നല്ല മനുഷ്യന്മാര് പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കും. അതേപോലെ അവളുടെ അടുത്തും പൊതുവെ കുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് അവരെ വഴക്ക് പറഞ്ഞ് തിരുത്തുവാണല്ലോ ചെയ്യാ. അതേപോലെ അവളുടെ അടുത്ത് ക്ഷമിച്ച് അവളുടെ അടുത്ത് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവള് ചെയ്തത് തെറ്റാണെന്ന് അറിയാവോന്ന്. രണ്ടാമത്, ഇനി അത് ചെയ്യത്തില്ലല്ലോന്ന്. അവളെ കെട്ടിപ്പിടിച്ച് ഇത് ചോദിക്കുന്നതും കരഞ്ഞോണ്ട് തന്നെ ഇല്ലെന്ന് അവള് തലയാട്ടുന്നുണ്ട്. മുത്തശ്ശി അവളുടെ അടുത്ത് ക്ഷമിച്ച് അവള് മുത്തശ്ശിന്റെ കൊച്ചിന്നെയാണ്, ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് പൂച്ചക്കുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. നിനക്ക് പിള്ളേരെ കണ്ടേന്നും പറഞ്ഞ് മുത്തശ്ശി എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി എന്താ നടന്നത് എന്ന് യൂൻജിൻ അവളെ CCTV ഫൂട്ടേജ് എടുത്തു വെച്ചിരുന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പൂച്ചക്കുട്ടീനെ കാണിച്ചു തരാന്നും പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്തും കൂടെ വരാൻ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ആജനും കുറച്ച് കഴിയുമ്പോ പോകുന്നുണ്ട്. മുത്തശ്ശി പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുത്ത് തിരിച്ച് കേറിയിരുന്ന സമയത്ത് ശരിക്കും മുത്തശ്ശിക്ക് എന്തോ മയക്കം പോലെ വന്നിട്ടാണ് അവിടുന്ന് താഴേക്ക് വീഴുന്നത്. ഇത് ശ്രദ്ധിച്ച് അവൾ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മുത്തശ്ശി ഓൾറെഡി താഴെ വീണിട്ടുണ്ടായിരുന്നു, മയങ്ങിയിട്ടുണ്ടായിരുന്നു. അവളും അത്രത്തോളം ഭയന്നോണ്ടാണ് ആ വാതിൽ തുറന്ന് മുത്തശ്ശിക്ക് എന്താ പറ്റിയത് എന്ന് നോക്കിയത്. ശരിക്കും മുത്തശ്ശിനെ പോലെ ഒറ്റൊരാള് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇനിയും അവൾക്ക് മാറാനുള്ള സമയം ഉണ്ടായിരുന്നു. അതവള് മനസ്സിലാക്കിയത് പോലും മുത്തശ്ശിന്റെ കൂടെയുള്ള നിമിഷങ്ങളിലായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും അവൾക്കൊരു അവസരം കൊടുത്തില്ല. ഇവിടെ ആജൻ യൂൻജിന്റെ അമ്മേന്റെ അടുത്ത് ഇങ്ങനൊരു നരകത്തില് നിങ്ങൾക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ലക്ഷറിയാണ് അതെന്ന് വല്ലാത്തൊരു വിരക്തിയിൽ ചിരിക്കുവാണെങ്കിൽ അവിടെ യൂൻജൻ ഹാപ്പി ആയിട്ട് പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നേരത്തെ ഒബ്സസീവ് ആയിട്ടുള്ള ഒരു പയ്യനെ കണ്ടായിരുന്നല്ലോ, ഹ്യോക്ക്. അതേപോലെ ഒരു സ്ട്രെയിഞ്ചറിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയനെ അടിച്ചത് ആ സ്ട്രെയിഞ്ചർ ആണ്. ആ സ്ട്രെയിഞ്ചർ ഹ്യോക്കിന്റെ ആളാണ്. എന്തോ ഒരു ഇൻഫർമേഷൻ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുമ്പം അസിസ്റ്റന്റ് ഹ്യോക്കിന്റെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട്. വേറൊന്നല്ല, ജയ്ക്ക് ഹ്യോക്കിനെ കുറിച്ച് അറിയത്തില്ല എന്നുള്ള കാര്യമാണ് ഒന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുന്നതിന് ഇവരെല്ലാരും എങ്ങനെയാണ് പരസ്പരം കണക്ട് ആയിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഹ്യോക്ക് പറയുന്നത്. അതായത് ആജിൻ, ജെ, യൂൻജിനൊക്കെ. അങ്ങനെ ചെക്കൻ നൈസായിട്ടൊന്ന് ചിരിക്കുന്നേ കാണിച്ച് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്. മുത്തശ്ശിക്ക് ആ ഒരു നോട്ട് കിട്ടിയെന്നറിഞ്ഞിട്ട് ആജിൻ ഗാങ്ങിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ റെസ്റ്റോറന്റിൽ നിന്ന്. അപ്പൊ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ജയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം അവളെ ഒരു വണ്ടി ഇടിക്കുന്ന പോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു.
ജസ്റ്റ് ആയിട്ടൊന്ന് നോക്കിയിട്ട് അവള് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാറിൽ ഉണ്ടായിരുന്നത് ഹ്യോക്കാണ്. ആ സമയത്ത് അജൻ ജയന്റെ കൂടെ പോകുന്നത് ഹ്യോക്ക കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചെറുക്കനാണെങ്കിൽ ഒരുമാതിരി സൈക്കോനെ കണക്ക്, എന്താ പറയാ, ഒരുമാതിരി ഒബ്സസീവ് ആയിട്ടുള്ള സൈക്കോനെ കണക്ക് ഒരുമാതിരി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ആലോചിച്ച് ഇപ്പൊ പോലും ഗാങ്ങും ഹീറോയിനും തമ്മിൽ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതൊരു മാഗസീനിൽ നോക്കി അതിലും പർട്ടിക്കുലർ ആയിട്ട് ആജിന്റെ ഫോട്ടോസ് എടുത്ത് ഒരുമാതിരി നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഒക്കെ നല്ല ഹൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെക്കൻ കുറച്ച് സീനാണെന്ന് സാരം. എല്ലാരെയും സൈക്കോകളായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അത്ഭുതം. എന്താണേലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു.